ഓടി വന്നതാ. നമ്മൾ ഒന്നിച്ച് നടക്കുന്ന കാലത്ത് ദുർഗ എപ്പോഴും എന്നോട് പറയുമായിരുന്നില്ലേ, രാധികയുടെ ശരിക്കുള്ള അമ്മ എന്തെങ്കിലും വരും, നിനക്ക് കണ്ടെത്താനാവുന്നൊക്കെ. എന്റെ അമ്മ വന്നു. അമ്മ ഞാൻ കണ്ടു. അമ്മ എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഭാഗ്യമില്ല ദുർഗ. എന്തിനാ ദൈവം എന്റെ അമ്മ കാണിച്ചത്? അമ്മയുടെ പേരിൽ ചടങ്ങ് നടത്താനോ? അമ്മ കണ്ടെത്തിയ നിമിഷം മുതൽ ഞാൻ യശോദാമ്മയോട് പറയായിരുന്നു, ഒരു ദിവസം എന്റെ അമ്മയും കൂട്ടി ദുർഗയെ കാണാൻ പോണം, ഇതെന്റെ അമ്മയാണെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ. എന്റെ അമ്മയുടെ ശത്രുക്കൾ ആരാന്ന് പോലും എനിക്കറിയില്ല. ആരാ എന്റെ അമ്മയെ കൊന്നതെന്ന് എനിക്കറിയില്ല. അതൊക്കെ കണ്ടുപിടിക്കാം. നിന്റെ അമ്മയെ ദ്രോഹിച്ചവരാരായാലും അവരെ ഒന്നും വെറുതെ വിടാൻ പോകുന്നില്ല. അന്വേഷണം തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞു. ദിവസങ്ങൾക്കുള്ളിൽ അതിനുള്ള കൃത്യമായ ഉത്തരവുണ്ടാവും. അതിന് ദുർഗ എത്ര കൃത്യമായിട്ട് പറയുന്നു? അന്വേഷണത്തിന്റെ കാര്യങ്ങളൊക്കെ ദുർഗയ്ക്ക് അറിയോ? അല്ല, ഈ മുഖ്യമന്ത്രിയൊക്കെ വളരെ സീരിയസ് ആയിട്ട് അന്വേഷണത്തിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നത് ടിവിയിൽ കണ്ടു. അതാ ഞാനങ്ങനെ പറഞ്ഞത്. രാധികെ, ഉപദേശങ്ങൾക്ക് ഈ സമയത്ത് ഒരു പ്രസക്തി ഇല്ലെന്നറിയാം. പക്ഷെ നമുക്ക് പ്രിയപ്പെട്ടവരൊക്കെ ഒരു ദിവസം ഈ ലോകത്തുനിന്ന് പോകും. കുറെ കാലം അതിന്റെ ശൂന്യതയായിരിക്കും നമ്മുടെ മനസ്സിൽ. എന്റെ അമ്മയുടെ കാര്യത്തില് അങ്ങനെയായിരുന്നു. കുഞ്ഞുനാള് മുതല് നിനക്കറിയാലോ. അത് കഴിഞ്ഞ് നമുക്ക് ജീവിതം ഉണ്ടാകുമെന്ന് തോന്നല നമ്മളെയൊക്കെ മുന്നോട്ട് നയിക്കുന്നത്. പതുക്കെ പതുക്കെ പൊരുത്തപ്പെടണം. എനിക്കൊന്നും അറിയില്ല ദുർഗ. ഈ ലോകത്ത് ഇത്രയും പ്രശസ്തിയായ ഒരാൾ ഒരു ദിവസം എന്റെ അമ്മയാണെന്ന് തിരിച്ചറിയാം. അവർക്ക് പുറകിൽ ആരോ ഉണ്ട്. അവരുടെ ചോദ്യങ്ങൾ അതാ സൂചിപ്പിക്കുന്നത്. സോറി അച്ഛാ, ഇത്തരക്കാരായിരിക്കും വന്ന് കയറുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. അന്വേഷണത്തിന്റെ സ്വഭാവം എന്താണെന്ന് നമുക്ക് മുൻകൂട്ടി തീരുമാനിക്കാൻ പറ്റില്ല. കൺമുന്നിൽ വന്നിരിക്കുന്ന ഒരുത്തനെ പോലും വിശ്വസിക്കരുത്. നമ്മൾ ശ്യാമയ്ക്കെതിരായിരുന്നുവെന്നും നമ്മൾ ശ്യാമയെ എന്തെങ്കിലും ചെയ്തു കാണുമെന്നും ആരൊക്കെയോ വിശ്വസിക്കുന്നുണ്ട്. ഈ ഓഫീസിനകത്ത് കയറി നമ്മുടെ മുന്നിൽ ഇരിക്കാമെങ്കിൽ നമുക്കെതിരെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചു എന്നാണ് അതിന്റെ അർത്ഥം. എന്നിട്ട് എന്ത് ചെയ്യാന്? ചത്തുപോയ ശ്യാമയെ ജീവിപ്പിച്ചുകൊണ്ട് നിർത്താൻ പറ്റുമോ അവർക്ക്? ആ, അച്ഛനൊരു കാര്യം ചെയ്യും. ബെഞ്ചമിനെ വിളിച്ച് അയാൾക്കൊരു മുന്നറിയിപ്പ് കൊടുത്തേക്കും. ബെഞ്ചമിൻ കസ്റ്റഡിയിലായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അധികം സമയമുണ്ടാകും. ഞാൻ ഇപ്പൊ തന്നെ അയാളെ വിളിക്കാം. ഗൗതം, കണിമംഗലത്തിന്റെ കാര്യത്തിലും ശ്യാമയുടെ കാര്യത്തിലായാലും നമ്മൾ ചെയ്തതെല്ലാം പരമരഹസ്യമായിരിക്കണം. കൂട്ടുകൂടിയിരിക്കുമ്പോഴേ നിന്റെ ഫ്രണ്ട്സിനോട് പോലും അത് ഷെയർ ചെയ്യാൻ പാടില്ല. മനസ്സിലായല്ലോ? ാണ് തീരുമാനമെങ്കിൽ ഞാനും അത് തന്നെ ചെയ്യും. അരുൺ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നത്
എന്റെ അവസ്ഥ വരണ്ടറിഞ്ഞൂടെ? പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? എടോ, എനിക്ക് തന്നെ ഈ അവസ്ഥയിൽ കാണാൻ പറ്റുന്നില്ല. താനൊന്ന് മനസ്സിലാക്ക്. കുറച്ചെങ്കിലും കുടിക്കും. താനിത് കുടിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാനും പട്ടിണി കിടക്കും. ഞാൻ കുടിച്ചോളാം. കൊണ്ട് പറ്റണത് രാധിക, എടോ, കരയാനുള്ള ജീവനെങ്കിലും ബാക്കി കിടക്കണ്ടേ? അല്ലാതെ എങ്ങനെയാ? തന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചിട്ടുണ്ടെന്ന് തീരുമാനിച്ചോനാ ഞാൻ. പക്ഷെ ഒന്നിനും മാർഗമില്ലാത്ത അവസ്ഥ ഇപ്പം എന്റേത്. തനിക്ക് സംഭവിച്ച നഷ്ടം ഒരിക്കലും എന്നെ കൊണ്ട് നികത്താൻ പറ്റില്ലല്ലോ. കുടിക്കടോ.